നാത്താൻ കേസ് കൂടുതൽ നമ്മുടെ കുഞ്ചാക്കോ ബോബന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നല്ലോ ആ സിനിമയിൽ. അപ്പോൾ ആ ക്യാരക്ടറിന്റെ ഡ്യൂപ്പ് അതുപോലെ തന്നെ ചെയ്തിരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ആ വ്യക്തിയാണ് ഇപ്പൊ നമ്മുടെ കൂടെയുള്ളത്. ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അത് വീഡിയോ എന്നല്ല, പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും കുഞ്ചാക്കോ ബോബൻ തന്നെയാണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ നോക്കാറുമുണ്ട്. അത്രയും ഇപ്പൊ പക്ഷെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ മീൻസ് നമ്മളങ്ങനെ കണക്ട് ചെയ്യില്ല, കുഞ്ചാക്കോ ബോബന്റെ ഒരു കട്ട് അങ്ങനെ കണക്ട് ചെയ്യില്ല. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഡ്യൂപ്പ് ആവാനുള്ള ഒരു ഇതെങ്ങനെയായിരുന്നു ആ ഒരു സെലക്ഷൻ? കുഞ്ചാക്കോ ബോബനായിട്ട് ഇപ്പോഴും അപ്പോഴും തോന്നിയിട്ടില്ല. അതിൽ ആ രാജീവ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഒരു ഫീച്ചേഴ്സുമായിട്ടൊരു സാമ്യം ഉള്ളതുകൊണ്ട് ആ ഒരു ഡാൻസ് ചെയ്തതുകൊണ്ടും ഡാൻസ് ഒക്കെ ഓൾറെഡി ചെയ്യുന്ന അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. പണ്ട് ഡാൻസ് കളിച്ചിരുന്നു, പിന്നെ ഇപ്പൊ അത് അങ്ങനെ നോർമലി വെറുതെ തമാശക്കൊക്കെ അങ്ങനെ കളിക്കാറുണ്ട്. ഇപ്പൊ ആ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മൾ വെറുതെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും സജസ്റ്റ് ചെയ്തൊക്കെയാണോ? അത് ആ പടം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോഴേ ആ ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തന്നു. ഇങ്ങനെ ആളുകൾ ചോദിക്കും നിന്റെ സിനിമയാണോ, അത് കുഞ്ചാക്കോ ബോബനാണെന്ന് മനസ്സിലാക്കാതെ എന്താ ഷോർട്ട് ഫിലിമാണോ എന്നൊക്കെ ചോദിച്ച് ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയ സമയത്ത് അയച്ചു തന്നു. അപ്പോൾ ഈ പാട്ട് ഇറങ്ങിയ ദിവസം തന്നെ ഒരു ഫ്രണ്ട് വിളിച്ചു, എടാ അത് നീ ചെയ്ത ഭയങ്കര വൈറലാവും എന്ന് പറഞ്ഞു. അന്ന് തന്നെ പോയി ചെയ്തു. ആ പാട്ട് റിലീസ് ചെയ്ത് പിറ്റേ ദിവസം എൻ്റെ ഈ വീഡിയോ ഇറങ്ങി. അവർ എന്നിട്ട് അത് കോൺടെസ്റ്റ് ആയിട്ട് വന്നു. പിന്നെ ചാക്കോച്ചന്റെ കൂടെ തന്നെ 3-4 സ്റ്റേജോളം ചെയ്തു. റീസെന്റ് ഇപ്പൊ അമൃത ടി വിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.